ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തേത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന അറേബ്യൻ മാംഗോ പുഡിംഗ് ആണ്. വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അറേബ്യൻ മാംഗോ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് പാല് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെറിയൊരു ബൗളിൽ കുറച്ച് തണുത്ത പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂണ് കസ്റ്റർഡ് പൗഡർ കലക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ വലിയൊരു പാകിസ്ഥാനി മാംഗോ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് പീസാക്കി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ പോലെ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വിസ്ക് വെച്ച് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലോണം വിപ്പാവേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് വിസ്ക് വെച്ച് ചെയ്താൽ മതിയാവും. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പോലെ ഈ പൾപ്പ് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾക്ക് റെഡിയാക്കി വെച്ച കസ്റ്റർഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മാംഗോ പൾപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഒന്ന് കട്ട് ചെയ്ത് ഇതിൽ വെച്ച് കൊടുക്കാം. ചെറിയ ട്രേ അല്ല, പാകത്തിനാക്കി ഇതുപോലെ വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗാണ്. ഇനി വീണ്ടും കസ്റ്റർഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം. മാംഗോ പൾപ്പ് നേരത്തെ പോലെ തന്നെ മാംഗോ പൾപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾക്ക് ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും കസ്റ്റർഡ് ഒഴിച്ച് കൊടുക്കാം. കസ്റ്റർഡ് ഒഴിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ച പൾപ്പ് ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഈർക്കില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ആക്കി എടുക്കാം. സൈഡൊക്കെ ഞാൻ പീസാക്കി മാറ്റി വെച്ചില്ല, മാംഗോൻ്റെ ചെറിയ പീസ്, അത് സൈഡിലൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഞാനിതാ ഇവിടെ 6 മണിക്കൂറോളം തണുപ്പിച്ചെടുത്തതാണ്. തണുപ്പിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓളമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.